ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ മണി കൺട്രോൾ ടെക്നിക്കൽ ടേംസ്, അതായത് മണി കൺട്രോൾ എന്ന ആപ്പിലും വെബിലും ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് എന്താണെന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിരുന്നു മണി കൺട്രോളിലെ ടേംസ് ഒന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് മണി കൺട്രോളിലെ ഒരു ഡിഫിക്കൽട്ട് ടേമും അധികം ആർക്കും അറിയില്ലാത്ത ഒരു ടേമുമായ VWAP, അങ്ങനെ ഒരു 4 അക്ഷരങ്ങൾ കാണാം. അതിൻ്റെ ഫുൾ ഫോം വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നാണ്. നമുക്ക് VWAP എന്ന് വിളിക്കാം. ഇത് എന്താണെന്ന് നോക്കാം. ഒരു സ്റ്റോക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ VWAP പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈസ് കാണാൻ പറ്റും. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് തന്നെയാണ്. അത് ഒരു ആവറേജ് പ്രൈസാണ്, അതായത് വോളിയവുമായിട്ട് ആവറേജ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസാണ്. ഈ പ്രൈസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രേഡേഴ്സാണ്. അവർ ആ സ്റ്റോക്ക് ബൈ ചെയ്യുമ്പോൾ അവർ വാങ്ങിയ പ്രൈസ് നല്ല പ്രൈസാണോ, സെല്ല് ചെയ്യുമ്പോഴും ഇത് നല്ല പ്രൈസാണോ അതോ നല്ല പ്രൈസ് അല്ലാത്ത, നല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക, കൂടിയ വിലയ്ക്ക് വിൽക്കുക, ആ ഒരു കൺസെപ്റ്റിൽ അവർ വാങ്ങിയത് നല്ല പ്രൈസിനാണോ അതോ മോശമായിട്ടുള്ള പ്രൈസിനാണോ എന്ന് നോക്കാനും കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങാനുമാണ് ഈ VWAP എന്ന പ്രൈസ് ഉപയോഗിക്കുന്നത്. VWAP ആ ഫുൾ ഫോമിലുള്ളതുപോലെ തന്നെ അത് വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസാണ്, അതായത് വോളിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ആ സമയം വരെ, മെയിൻലി ഇപ്പോൾ ഡേ ചാർട്ടിൽ നമുക്ക് നോക്കാം. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ മണി കൺട്രോളിൽ കാണുന്ന VWAP വർക്കിംഗ് ഡേ ആണെങ്കിൽ അപ്പോൾ കാണുന്ന VWAP അതുവരെയുള്ള വോളിയം, അതുവരെയുള്ള സെല്ലേഴ്സിൻ്റെയും ബയ്യേഴ്സിൻ്റെയും എണ്ണവും ആ പ്രൈസുമായിട്ട് അവർ ഏതൊക്കെ പ്രൈസിന് എത്രയൊക്കെ ബയ്യേഴ്സ് ഉണ്ട്, ഏതൊക്കെ പ്രൈസിന് എത്രയൊക്കെ സെല്ലേഴ്സ് ഉണ്ട് എന്ന പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നെ നോക്കാം. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമുക്കത് ഡിസ്പ്ലേയിലുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ട് കാൽക്കുലേഷനിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന പ്രൈസാണ് VWAP എന്ന പ്രൈസ്. ട്രേഡേഴ്സിനെ കൂടാതെ അനലിസ്റ്റുകളും VWAP പ്രൈസ് യൂസ് ചെയ്യുന്നുണ്ട്. VWAP പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോവുകയോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയോ ചെയ്യുമ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സെല്ലിംഗ് ഓർ ബയ്യിങ് പ്രഷർ സ്റ്റോക്കിൽ അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു ഫിനോമിനാണ് നമ്മുടെ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത്. നോർമലായിട്ട് ഈ VWAP ലൈനിന് അല്ലെങ്കിൽ VWAP പ്രൈസിന് താഴെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസെങ്കിൽ അത് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. അതുപോലെ തന്നെ VWAPന് മുകളിലേക്ക് ആ പ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്ക് പ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സെല്ലേഴ്സ് അത് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പല വട്ടം VWAP ലൈൻ അല്ലെങ്കിൽ VWAP പ്രൈസ് ക്രോസ് ചെയ്ത് ഒരു സ്റ്റോക്ക് മുകളിലേക്കോ താഴേക്കോ പോയേക്കാം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രേഡേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. ചില ട്രേഡേഴ്സ് VWAP ലൈന് ക്രോസ് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഷോർട്ട് സെല്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ബൈ ചെയ്യുന്നു. ഇത് തിരിച്ചും ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട്. അതൊരു സ്റ്റോക്ക് നമ്മൾ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുമ്പം നമുക്ക് ഒരു മനസ്സിലുണ്ടാകും ആ സ്റ്റോക്ക് മുകളിലേക്കാണോ താഴേക്കാണോ പോവുക എന്നുള്ളത്. അതുകൂടാതെ തന്നെ VWAPൻ്റെ പ്രൈസ് കാണുമ്പോഴും നമുക്ക് ആ പ്രൈസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ട്രേഡേഴ്സ് അതിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഇത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റോക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റും VWAPും വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് VWAP പ്രൈസിൻ്റെ അവിടെ എത്തിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പല വട്ടം താഴേക്ക് പോവുകയാണെങ്കിൽ, അതായത് VWAP പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ സെല്ലേഴ്സ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണും, അതായത് ഷോർട്ട് സെല്ലിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണും. കാരണം അതൊരു റെസിസ്റ്റൻ്റ് പോലെ വർക്ക് ചെയ്തിട്ട് VWAPന് മുകളിലേക്ക് പ്രൈസ് പോകുന്നില്ല. VWAPന് മുകളിലേക്ക് പ്രൈസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബയ്യേഴ്സ് അവിടെ സ്ട്രോങ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. VWAPന് താഴെയാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് ബ്രേക്ക് ചെയ്യാതെ പലവട്ടം ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ അവിടെ സെല്ലേഴ്സാണ് സ്ട്രോങ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതനുസരിച്ചിട്ട് ചില ട്രേഡേഴ്സ് ഷോർട്ട് സെല്ല് ചെയ്യാറുണ്ട്. VWAPന് ലൈനിന് താഴെ ആകുമ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യാനുള്ള കണ്ടീഷൻ ഇങ്ങനെയാണ്: VWAP ലൈന് അല്ലെങ്കിൽ VWAP പ്രൈസ് അവിടെ എത്തിയിട്ട് ഇത് താഴേക്ക് പോവുകയാണ്.
സ്റ്റോക്ക് താഴേക്ക് പോവുകയാണ്. അതായത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല സ്റ്റോക്കിന്. അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻറ്റം അവിടെ താഴേക്കാണ്, ഒരു സെല്ലിംഗ് പ്രഷറാണ് അവിടെ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കതിലൊരു ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഇനി ഈ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ താഴേക്ക് ഇത് സ്റ്റോക്ക് പോകും, അപ്പോൾ അത് ഷോർട്ട് സെല്ല് കവർ ചെയ്യാം. നേരെ മറിച്ച് ഇനി വിവാപ്പ് ലൈൻ ബ്രേക്ക് ചെയ്ത് വേണം, നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്തു, മേ ബി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്ത പാടെ തന്നെ സ്റ്റോക്ക് മുകളിലേക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രോഫിറ്റ് കിട്ടിയില്ല, അപ്പോൾ അങ്ങനെ ഒക്കെ സംഭവിക്കുകയാണ് എങ്കിൽ ഈ വിവാപ്പ് ലൈന് ബ്രേക്ക് ചെയ്ത് താഴെയാണല്ലോ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ്, അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെടുത്ത ഡിസിഷൻ തെറ്റാണ്, അവിടെ ബയ്യേഴ്സാണ് കൂടുതൽ സ്ട്രോങ്. അങ്ങനെ നമുക്ക് വിവാപ്പിൻ്റെ മുകളിലേക്ക് പ്രൈസ് പോകുമ്പോൾ നമുക്കത് നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് തന്നെ, അതായത് ചെറിയ ലോസ് ബുക്ക് ചെയ്ത് തന്നെ ആ ട്രേഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആകാനും സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം ആൾക്കാർക്ക്, അതായത് എസ്പെഷ്യലി പുതുതായിട്ട് വന്ന ട്രേഡേഴ്സിനും മനസ്സിലാകാത്ത ഒരു വേർഡാണ് LU പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. L മീൻസ് ലോവർ എന്നാണ്, U മീൻസ് അപ്പർ എന്നാണ്. അതായത് ലോവർ ആൻഡ് അപ്പർ പ്രൈസ് ബാൻഡ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതായത് പ്രൈസ് സർക്യൂട്ട്, ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും. എല്ലാ സെക്യൂരിറ്റീസിനും BSEയും NSEയും ഒരു പ്രൈസ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൈസ് ലിമിറ്റിന് ഉള്ളിലാണ് ആ സ്റ്റോക്ക് അതേ ദിവസം ട്രേഡ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് പോകില്ല, സ്റ്റോക്ക് പോവില്ല. അപ്പോൾ ആ പ്രൈസ് ലിമിറ്റാണ് നമുക്ക് LU പ്രൈസ് ബാൻഡ് എന്ന ഏരിയയിൽ കാണാൻ പറ്റുക. LU പ്രൈസ് ബാൻഡ് NSEയിലും BSEയിലും ഒരേ പോലെയായിരിക്കും. അതായത് ഒരു സ്റ്റോക്കിന് 2 പ്രൈസ് ബാൻഡ് ഉണ്ടാവില്ല, 2 എക്സ്ചേഞ്ചിലും ഒരേ പ്രൈസ് ബാൻഡായിരിക്കും. ഈ പ്രൈസ് ബാൻഡിന് മുകളിലോ താഴെയോ നമ്മൾ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതുപോലുള്ള പ്രൈസ് ബാൻഡ് ഇടുന്നത് ഒരു ഹ്യൂജ് സെല്ലിങ്ങോ ബൈയിങ്ങോ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ അപ്പർ സർക്യൂട്ടിൽ ആ പ്രൈസ് എത്തി, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് പ്രൈസ് പോകില്ല. പിന്നെ ആ ഒരു പ്രൈസിൽ വെച്ചിട്ട് സെല്ല് ബൈയൊക്കെ ചെയ്യാൻ പറ്റും, അതല്ലാതെ അതിൻ്റെ മുകളിലേക്ക് പോകില്ല. ചിലപ്പോൾ ഒരു പാനിക് സിറ്റുവേഷനൊക്കെ മാർക്കറ്റിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഫാൾ ആകുവാണെങ്കിലും ഈ പ്രൈസ് ബാൻഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ലോവർ പ്രൈസ് ബാൻഡ്, ഏറ്റവും കുറഞ്ഞ അനുവദിച്ചേക്കുന്ന പ്രൈസ്, ആ പ്രൈസിൽ എത്തിയിട്ട് ആ സ്റ്റോക്ക് അവിടെ ട്രേഡിങ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ആ പ്രൈസിന് നമുക്ക്, ആ പ്രൈസിനോ അതിൻ്റെ അകത്തുള്ള പ്രൈസിനോ നമുക്ക് ട്രേഡ് ചെയ്യാം, അതല്ലാതെ അതിൻ്റെ താഴെയുള്ള പ്രൈസിന് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പാനിക് സിറ്റുവേഷൻ, പാനിക് സെല്ലിങ്ങോ ഒരു മാസീവ് ബൈയിങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതിൽ ചിലപ്പോൾ പാനിക്കായിപ്പോവും. ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു സ്റ്റോക്കിനെ പല രീതിയിൽ അവർക്ക് സ്റ്റോക്കിനെ അവരുടെ റൂട്ടിലേക്ക് കൊണ്ടുവരാം. അതിൽ പെട്ടുപോകുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ ട്രേഡേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു പാനിക് കണ്ടീഷൻ ഒഴിവാക്കാനാണ് ശരിക്കും ഈ സർക്യൂട്ട് അല്ലെങ്കിൽ ഈ പ്രൈസ് ബാൻഡ് ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റോക്ക് ഒരു ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആണെങ്കിൽ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഉള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിലും, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റിൽ പെട്ട ഇൻഡെക്സിൽ ഉള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിലും ആ ഒരു സ്റ്റോക്കിന് അപ്പർ ആൻഡ് ലോവർ പ്രൈസ് ബാൻഡ് ഉണ്ടാവില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ചില സ്റ്റോക്കുകൾ 50% ഒക്കെ താഴേക്ക് വരുന്നതായിട്ട്, ഒരു ദിവസം താഴേക്ക് വരുന്നതായിട്ട് നമ്മൾ ചിലപ്പോൾ പല സ്റ്റോക്കുകളിലും കണ്ടിട്ടുണ്ടാകും. പ്രൈസ് ബാൻഡ് ഓൾറെഡി ഉണ്ട്, എന്നാൽ പോലും ആ സ്റ്റോക്ക് ചിലപ്പോൾ നമ്മൾ ഈ റീസെൻ്റ്ലി കണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ യെസ് ബാങ്ക് കണ്ടിട്ടുണ്ട്, സൺഫാർമ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഉള്ള സ്റ്റോക്കുകൾ. ഇതിനു മുമ്പ് ഒരു ഇൻഫിബീം ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു പാനിക്കായിട്ട്, അതിനു മുമ്പ് ഒരു ആർകോം, നമ്മുടെ ആർകോം എന്ന് പറയുന്ന സ്റ്റോക്കുകൾ പണ്ട് ഒരു 10 രൂപ ആ റേഞ്ച് നിന്നിട്ട് 21 രൂപ വരെ ഒരു ദിവസം പോയി. അതുപോലെ ഉള്ള ഒരു പോക്കുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം ഈ ഡെറിവേറ്റീവ് പെട്ട സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഇതിന് പ്രൈസ് ബാൻഡ് അവിടെ അഫക്റ്റ് അല്ലാത്തത്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് എക്സ്ചേഞ്ച് ഒരു കുറച്ച് സമയം, ഒരു ഹാൾട്ട് ടൈം കൊടുത്തിട്ട്, ഹാൾട്ട് ടൈം കഴിയുമ്പോഴത്തേക്ക് ഈ പ്രൈസ് ബാൻഡ് വീണ്ടും ഉയർത്തിക്കൊണ്ട് വരും. അത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് വരും. അവിടെ ട്രേഡ് എടുക്കാൻ സാധ്യമാണ്. പ്രൈസ് ബാൻഡ് എല്ലാ ദിവസവും വ്യത്യാസപ്പെട്ടിരിക്കും. തലേ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് അനുസരിച്ചാണ് പ്രൈസ് ബാൻഡ് വ്യത്യാസപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ബാൻഡ് ഓരോ സ്റ്റോക്കിനും ഓരോന്നായിരിക്കും. 2%, 5%, 10%, 20% എന്നിങ്ങനെയായിരിക്കും പ്രൈസ് ബാൻഡ് ഓരോ സ്റ്റോക്കിനും വ്യത്യാസപ്പെട്ടിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്ക് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് ഏകദേശം ഒരു എക്സ് എന്ന റുപ്പീസ് ആണെങ്കിൽ, ഓക്കെ, നാളെ അതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 20% ആണ് അതിൻ്റെ പ്രൈസ് ബാൻഡ് ലിമിറ്റെങ്കിൽ, നാളെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 20% എബോ, അത് അപ്പർ ലിമിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് മൈനസ് 20% ബിലോ, അത് ലോവർ ലിമിറ്റ് ആയിരിക്കും.
ഒരു സ്റ്റോക്കിൽ അൺയൂഷ്വൽ മൂവ്മെൻറ്റ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10% അപ്പ് ഓർ ഡൗൺ മൂവ്മെൻ്റ് ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് 1 ഹവറിനുള്ളിൽ അപ്പിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹാൾട്ടിംഗ് ടൈം BSEയും NSEയും ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റ് അൺയൂഷ്വൽ മൂവ്മെൻറ്റ് രണ്ട് എക്സ്ചേഞ്ചിലും NSEയിലും BSEയിലും നടന്നിരിക്കണം. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവർ അതിന് ഒരു ഹാൾട്ട്, അതായത് കുറച്ച് സമയത്തേക്ക്, ചിലപ്പോൾ അത് 1 അവർ ആയിരിക്കാം, ആ 1 അവറിലേക്ക് പിന്നെ ആ സ്റ്റോക്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് ഹാൾട്ടായിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് 30 മിനിറ്റ് ആയിരിക്കാം, 30 മിനിറ്റ് ഹാൾട്ടിങ് ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ 1 അവർ ഹാൾട്ടിങ് ടൈം ഉണ്ട്. അത് ടൈം അനുസരിച്ചാണ് ശരിക്കും അങ്ങനെ വരുന്നത്. ഒരു 10% മൂവ്മെൻറ്റിനൊക്കെ സാധാരണ 30 മിനിറ്റ് ഹാൾട്ടിങ് ടൈമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 15% മൂവ്മെൻറ്റ് ഒരു സൈഡിലേക്ക്, ഒരു ഇൻഡെക്സിൽ ഒരു സൈഡിലേക്ക് 15% മൂവ്മെൻറ്റ് ഒരു 1 അവറിന് അല്ലെങ്കിൽ 2 അവേഴ്സിനുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹാൾട്ടിങ് ടൈം 1 അവർ ഹാൾട്ടിങ് ടൈം ഉണ്ട്. 1 അവർ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒരു ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാം. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ടൈം അനുസരിച്ച് 1 മണിക്ക് മുമ്പ് ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടായാൽ എത്ര സമയം ഹാൾട്ട് കൊടുക്കും, ആ 1 മണിക്കും 2 മണിക്കും ഇടയിൽ 2:30 കഴിഞ്ഞിട്ട് മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കും എന്നുള്ളതൊക്കെ ഈ ഒരു ഇതിൽ ഞാനിവിടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ ഒരു 2 ടേംസ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ടേംസ് ഉണ്ട് മണി കൺട്രോളിൽ. നമുക്ക് ആ ടേംസിൽ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പരിചയപ്പെടാം. കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ എല്ലാ ടേംസും കൂടെ നന്നായിട്ട് വിശദീകരിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നാളെ തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.